Good morning, all. Good morning, ma'am. Good morning. Good morning. Good ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. 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 Yeah, okay. Good morning. Yeah, നമുക്ക് ആക്റ്റീവ് ആണല്ലോ അത്. How are you all? Fine, ma'am. Fine, ma'am. Fine, thank you. How are you, ma'am? Fine, ma'am. Fine, ma'am. Fine. As usual, ma'am. Yeah. Hi, yeah, okay. So class start ചെയ്യാം നമുക്ക്. Okay, ready? Okay, ma'am. ശരിയാണ്. Okay, ആക്റ്റീവ് ലേറ്റ് ആയി. ലേറ്റ് ആയി മീൻസ് ക്ലാസ് ലേറ്റ് ആയി എന്നാണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആണ്, ക്ലാസ് കേൾക്കാൻ റെഡി ആണ് അല്ലേ? യെസ്. ഓക്കെ, സ്റ്റാർട്ടിങ് ബിഗിനിങ് ആണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് ബിഗിനേഴ്സ് ഉണ്ട്, ബേസിക് ബേസിക് മാത്രം അറിയാത്തവരാണെങ്കിൽ കുറച്ച് പേര് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അവരെ കൺസിഡർ ചെയ്തിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോ ബേസിക് നമുക്ക് ഇംഗ്ലീഷിന് ഒരു നോട്ട്ബുക്ക് വേണം കേട്ടോ. ഓക്കെ, കുറച്ച് നോട്ട്ബുക്ക് അല്ല നോട്ട്ബുക്ക് നിങ്ങൾക്ക് വേണം. ഞാൻ പറയുന്നത് എന്റെ നോട്ട്സ് എഴുതി വെക്കുക. അല്ലാതെ കുറച്ച് നോട്ട്സ് എല്ലാം ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്ത് വെക്കാം, എടുപ്പിക്കാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണല്ലോ? Yes, ma'am. ഓക്കെ. Yes, ma'am. Clear. Okay. I'm not feeling well. Okay, and I'll talk at all this issues ഉണ്ടാവും. Okay, so be fluent. Yeah. എന്റെ പേരാണോ ചോദിച്ചേ? ആണോ? മൈ പേരെന്താ? നെയിം എന്താ? ഓക്കെ, I'm അശ്വതി. അശ്വതി എന്നാണ് പേര് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ബേസിക് ആണ് തുടങ്ങാം. ഫസ്റ്റ് നൗൺ എന്താണെന്ന് അറിയാം. നൗൺ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? ഓക്കെ, എന്താണ് നൗൺ? എന്താണ്? ഓക്കെ, നൗൺ is a name of a person, thing, animal, anything. അല്ലെ? നൗൺ എന്ന് പറയുന്നത് ഒരു നെയിം ആണ് നമുക്ക് പറയാം. ഓക്കെ, ഒരു പേരാണ്. ജസ്റ്റ് അത് എന്തിന്റെയും പേരാണ്. അതിപ്പോ ഒരു തിങ് ആകാം, അനിമൽ ആകാം, പേഴ്സൺ ആകാം, എനിത്തിങ് അല്ലെ? എന്തിനും നമ്മുടെ ഈ കാണുന്ന നമുക്ക് ചുറ്റും എന്തൊക്കെയോ വസ്തുക്കളുണ്ടോ അതെല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്. ശരിയല്ലേ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷില് ബേസിക്കായിട്ട് പഠിക്കുന്നത് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ആണെങ്കിൽ കേട്ടോ, ഫോൺ ഒക്കെ അതിനൊരു പേരുണ്ട് അല്ലെ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു നെയിം ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ noun എന്ന് പറയുന്നത്. Noun is used as the name of a person, place, animals, things, and subject, etc. Anything. Okay, എന്തുവാകാം, പേരിനെയാണ് noun എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ? ക്ലാസ് ബോറിംഗ് ആണെങ്കിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് പ്രോനൗൺ ആണ്. ഇപ്പോ ഞാൻ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ ഒരു പേരുണ്ട്, ഒരു നെയിം ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ കാര്യം മലയാളത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മള് ഒരാളെ കുറിച്ച് സംസാരിക്കുകയാണ്, അവളുടെ പാട്ടുകളെ നെയിം എടുത്ത് ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പൊ ആരെ കുറിച്ചാണ് പറയാം? ജസ്റ്റ് ഒരു മീര എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഫസ്റ്റ് പറയാണ് മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീരയെക്കാൾ നല്ല ഭംഗിയാണ് അല്ലെ? മീരയെക്കാൾ നല്ല ഭംഗിയാണ്. മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്. മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്. മീരയുടെ വീട് അവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ നമ്മൾ പറയുമ്പോൾ അവളുടെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം പറയാം. അത് മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മള് ഫുൾ ടൈം എല്ലാ സെന്റൻസിലും അവളുടെ പേരോ ആരുടെങ്കിലും പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ആണോ? അല്ല അല്ലെ? മലയാളത്തിലാണെങ്കിൽ നമ്മള് മീരയെ കാണാം, മീര നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, അവൾക്ക് ഒരു മുടിയുണ്ട് അല്ലെ? അവളുടെ വീട് എവിടെയാണ്, അവൾക്കൊരു കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? അവൾ എന്ന് പറയുന്ന വേർഡാണ് മലയാളത്തിൽ യൂസ് ചെയ്തത്. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ വേർഡിനെ പ്രോണൗൺ എന്നാ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ യൂസ് ചെയ്യാം? മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അവൾക്ക് ഒരുപാട് മുടിയുണ്ടെന്ന് എങ്ങനെ പറയുമ്പോ ഷീ അല്ലെ, ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹെയർ, ഷീ ഹാസ് ലോങ് ഹെയർ എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്തത് ഷീ ആണ്. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും എല്ലാ നെയിമിലും നമ്മൾ ഒരു പ്രോണൗൺ കൊടുക്കുന്നുണ്ട്. അപ്പോ ഗേൾ ആണെങ്കിൽ നമ്മൾ ഷീ പറയും, മെയിൽ ആണെങ്കിൽ നമ്മൾ ബോയ് ആണെങ്കിൽ ഹീ പറയുന്നുണ്ട് അല്ലെ. ഇനിയിപ്പോ ഒരു വസ്തുവാണ്, ഒരു തിങ് ആണെങ്കിൽ നമ്മള് ഇറ്റ് പറയും. ഓക്കെ, ഹി ഷീ ഇറ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് എന്ത് പ്രോണൗൺ എന്ന് പറയുന്നത്. അതായത് പ്രോണൗൺ ഇൻ ദ വേർഡ് used as a substitute for a noun to avoid the repetition of the noun. A pronoun is a word that used instead of a noun എന്ന് പറയും. noun പകരമായിട്ട് റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് pronoun എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ noun and pronoun is clear. Or do you have any doubts about that? No? All clear? എന്തെങ്കിലും ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിക്കാട്ടോ. ഇനിയിപ്പോ എല്ലാവരും ഇവിടെ ഓക്കെ മാം എനിക്ക് ക്ലിയർ ആണ് എന്ന് പറയുന്നുണ്ട്, എനിക്ക് ക്ലിയർ ആണ് മാം. അതുകൊണ്ട് ഇനിയിപ്പോ വേറെ ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, എനിക്ക് ചോദിച്ചുകൊണ്ട് മിസ് എന്തെങ്കിലും വിചാരിക്കും ബുദ്ധിമുട്ടാണോ ഒന്നൊന്നും വിചാരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഒട്ടും അറിയില്ലെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, clear? Yes. അപ്പോ noun and pronoun clear ആണ്, സിമ്പിൾ ആണ്. കുറെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഡൗട്ട് വരാം. അല്ലാതെ ഹി ഷീ ഇറ്റ് ഒക്കെയാണ് pronoun എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലേ? അപ്പോ noun and pronoun കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് വരുന്നത് വെർബ് ആണ് അല്ലെ. ഒരു പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്? വെർബ് ആണെന്ന് പറയാം. നമ്മളെ ഫിസിക്കലി ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അഥവാ ജസ്റ്റ് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണെങ്കിലും നമുക്ക് അത് വെർബിൽ പെടുത്താവുന്നതാണ്. വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വെർബ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഓക്കെ. അപ്പോ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്. ആക്ഷൻ വെർബ് നമുക്കറിയാതെ നമ്മൾ ആക്ഷനിലൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും നമ്മൾ ആക്ഷൻ വെർബ് എന്നാ പറയാം. ഓക്കെ, ക്ലിയർ ആണ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എന്ത് കാര്യങ്ങളും നമ്മൾ ആക്ഷനിലൂടെ ചെയ്യുന്നുണ്ടോ, ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും വെർബ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ആക്ഷൻ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ, അതെല്ലാരും ആക്ഷൻ വെർബിൽ പെടുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താന്ന് വെച്ചാല് നമ്മുടെ സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത്, നമ്മുടെ ഒരു അവസ്ഥയാണെന്ന് പറയുമ്പോൾ I feel hungry അല്ലെങ്കിൽ I feel happy എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഫിസിക്കലി നമ്മൾ ആക്ഷൻ നമ്മൾ കാണുന്നില്ല, ശരിയല്ലേ? അത് നമ്മുടെ സിറ്റുവേഷൻ ആണ്, നമ്മുടെ കറന്റ്, നമുക്ക് അതിനകത്തുള്ള നമ്മുടെ എന്താണ് സിറ്റുവേഷൻ ആണെന്ന് പറയാം, നമ്മുടെ ഒരു അവസ്ഥയാണെന്ന് പറയാം അല്ലെ, ഒരു ഫീലിങ്സ് ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ പറയുന്ന എന്ത് കാര്യങ്ങളും എന്താണ്? അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വെർബ് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ആക്ഷൻ വെർബ് എന്താണ്? നമ്മൾ ഫിസിക്കലി ആക്ഷനിലൂടെ ചെയ്യുന്ന എന്ത് വെർബിനെയും നമ്മൾ ആക്ഷൻ വെർബ് എന്ന് പറയും. അഥവാ എന്താണ്? എന്ത് ആകാം, റൺ ആണെങ്കിൽ റണ്ണിങ്, വാക്കിംഗ്, ജമ്പിങ്, ഡാൻസിങ്, എന്തും അതെന്തും ആക്ഷൻ വെർബ് ആണ്. സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ആകാം, നമ്മുടെ സിറ്റുവേഷൻ ആകാം, നമ്മുടെ ഇമോഷൻസ് ആകാം. മനസ്സിലായോ? അതായത് ഇപ്പൊ ഐ ഫീൽ സാഡ്, ഐ ഫീൽ ഹാപ്പി അല്ലെങ്കിൽ ഐ ഫീൽ ഹാംഗ്രി എന്നൊക്കെ പറയുന്ന എല്ലാവരും എന്താണ്? സ്റ്റേറ്റ് വെർബ് ആണ്. അപ്പൊ ആക്ഷൻ വെർബും സ്റ്റേറ്റ് വെർബും ക്ലിയർ ആണോ? ക്ലിയർ? നൗൺ, പ്രൊനൗൺ, വെർബ്, ഇത് മൂന്ന് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്ഷൻ വെർബ് ഒന്നും കൂടെ പറയാമോ മാഡം? ആക്ഷൻ വെർബ് നമ്മള് ഫിസിക്കലി ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ബോഡി അനങ്ങി ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും നമ്മള് ആക്ഷൻ വെർബ് ആണ്. ഓക്കെ, നമ്മളിപ്പോ എഴുതുന്നാണെങ്കിൽ പോലും നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ എഴുതുന്നുണ്ടെങ്കിൽ അത് റൈറ്റിംഗ് ഈസ് എൻ ആക്ഷൻ വെർബ് എന്ന് പറയാം. അതുപോലെ നമ്മൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ട്, ഇതെല്ലാം ആക്ഷൻ വെർബിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ?
Okay, thank you, madam. അപ്പൊ noun, pronoun and verb ഇത് മൂന്നും ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Auxiliary verb. ഓക്സിലറി വെർബ് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് പറയുന്നുണ്ട്, അതിൽ പ്രൈമറി ഉണ്ട്, മൊഡൽ വെർബ് ഉണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണോ എന്ന് പറയാമോ? Okay, ma'am. Clear, ma'am. Clear, ma'am. ക്ലിയർ ആണ്. Yes, ma'am. Clear. ക്ലിയർ ആണ്, ma'am. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാവോ? ക്ലിയർ ആയി, ഓക്കെ ആണ്. സോ ക്ലിയർ ആയവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, അപ്പൊ ഞാൻ എടുത്ത ഇന്നത്തെ പോർഷൻസിനെ കുറിച്ച് എന്താണോ മനസ്സിലായത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഓരോരുത്തർ ചെയ്യാവോ? റെഡിയാണോ? എക്സ്പ്ലെയിൻ ചെയ്യണേ. എല്ലാവരും റെഡിയാണ്. ഓക്കെ, നെയിം ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് തരുന്നില്ല, ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, ആരൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ഒന്ന് നെയിം ടെക്സ്റ്റ് ചെയ്യാം. Okay, ma'am. ഞാൻ explain ചെയ്യാം. I'm Rasia. Okay, first പറഞ്ഞത് noun ആണ്. Nounsനെ നമ്മൾ നെയിമിംഗ് വേർഡ്സ് ആയിട്ടാണ് പറയുന്നത്. എന്ത് നെയിമിംഗ് വേർഡ്സിനെ നമുക്ക് nounsന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സച്ച് ആസ് പേഴ്സൺസിന്റെ നെയിം ആവാം, പ്ലേസ് ആവാം, പെർട്ടിക്കുലർ തിങ്സ് ആവാം, ആനിമൽസ് ആവാം, പിന്നെ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ആവാം. സോ ഇതൊക്കെ നമുക്ക് നൗണിന്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Then we are going to the pronoun. Pronoun-നെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു കാര്യത്തെ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയെ കുറിച്ച് പറയാണ്, ലേഖ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലേഖ സുന്ദരിയാണ്, ലേഖയ്ക്ക് കാറുണ്ട്, ലേഖയ്ക്ക് വീടുണ്ട്, ലേഖ ഇവിടെ പഠിക്കുന്നു. ഇങ്ങനെ ലേഖ എന്ന് പറയുന്നതിന് പകരം വി യൂസ്ഡ് ഷീ. പ്രൊണൗൺ ആയിട്ടുള്ള ഷീ ആണ് നമ്മൾ ലേഖയ്ക്ക് പകരം പിന്നീട് പറയുന്നത്. അപ്പോ അതാണ് പ്രൊണൗൺസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ലേഖ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു മെയിൽ ആണ് വരുന്നതെങ്കിൽ അത് ഹി ആവും, ഒരു തിങ് ആണെങ്കിൽ അത് ഇറ്റ് ആവും, ഇനി നമ്മൾ തന്നെയാണ് പറയുന്നതെങ്കിൽ ഐ ആവും, അങ്ങനെ യു ആവും, അങ്ങനെയുള്ള പ്രൊണൗൺസ് ആയിട്ട് വരും. പിന്നെ തേർഡ് പറഞ്ഞത് വേർബ് ആണ്. വേർബിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 2 ക്ലാസിഫിക്കേഷൻ മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ഷൻ വേർബ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉണ്ട്. അപ്പൊ ആക്ഷൻ വേർബ് എന്ന് പറയുന്നത് വെരി സിമ്പിൾ ആണ്. ആക്ഷൻ വേർബ് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരാൾ ഫിസിക്കലി ചെയ്യുന്നതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ഷൻ വേർബ്സുകളായിട്ടാണ്. ഫോർ എക്സാമ്പിൾ പ്ലേ ആവാം, വോക്ക് ആവാം, റൺ ആവാം, ഡാൻസിങ് ആവാം, കുക്കിംഗ് ആവാം, സിംഗിങ് ആവാം. ഇതൊക്കെ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദേ ആർ ക്ലാസിഫൈഡ് അണ്ടർ ദ ആക്ഷൻ വേർബ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ്. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന എന്താണ് വേർബ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സാഡ് ആവാം, ഹംഗ്രി ആവാം, ജുബിലന്റ് ആവാം, ഫ്യൂരിയസ് ആവാം, അല്ലെങ്കിൽ ഫീൽസ് ബ്ലൂ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖമായിട്ടുള്ള, സോറോ ആയിട്ടുള്ള, അങ്ങനെയൊക്കെ ആകാം. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. Okay, ma'am. Thank you. Yeah. Clear. Okay, who's next? Okay, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അഥവാ ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പോലും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും, പറയുന്ന ആൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ വരും. ഓക്കെ, യാ, ഇനി നെക്സ്റ്റ് ആകണം. ഞാൻ ചെയ്യാം. ഓക്കെ, നൗൺ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ പേര് ശ്രേയ എന്നാണ്. ശ്രേയ എന്നുള്ള ഒരു നൗൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അനിമൽസിനെ അറിയാം. അനിമൽസിന് നമുക്ക് ഉപയോഗിക്കുന്ന അനിമൽസിന്റെ പേരുകൾ പട്ടി, പൂച്ച, അതുപോലെ ഡോഗ്, കാറ്റ്, ഇതിലൊക്കെ അതിന്റെ ഒരു നൗൺ ആയിട്ട് വരും. അതുപോലെ പ്ലേസ്, കാക്കനാട്, പേരാവൂർ, ഇതൊക്കെ നമുക്ക് എന്തായാം ഒരു നൗൺ ആയിട്ട് കൂട്ടാം. തിങ്സ്, കൺസെപ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു നൗണിലേക്ക് നമുക്ക് എടുക്കാം. അതാണ് ഒരു പേര്, അതല്ലെങ്കിൽ അനിമൽസ്, അതിന്റെ പേര്, അല്ലെങ്കിൽ പ്ലേസിന്റെ പേര്, ഇതിനൊക്കെയാണ് എന്താ നൗൺ എന്ന് പറയുന്നത്. പിന്നെ പ്രോനൗൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ശ്രേയ വളരെ സുന്ദരിയാണ്. ഞാൻ എന്നെ പൊക്കി തയ്ക്കുന്നത് മോശമാണ്, എന്നാലും പറഞ്ഞു തരുന്നുള്ളൂ. ശ്രേയ ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഒരാള് ഞാനിപ്പോ പറയുന്നു അനിത ഈസ് എ ബിടെക് ഗ്രാജുവേറ്റ്, അനിത ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, അനിത ഈസ് എ ടാലന്റഡ് ആർട്ടിസ്റ്റ്, അനിത. അങ്ങനെ അനിത എന്ന് റിപ്പീറ്റ് അടിച്ച് പറയുന്നതിന് പകരം
Anida is a beautiful girl. She is a graduate. She is an artist. She is very talented in other സ്പോർട്സ് ആൻഡ് ഡാൻസിങ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അനിത അനിത എന്നുള്ള നൗൺ എടുത്ത് പറയാതെ പ്രോനൗൺ ആയിട്ടുള്ള ഷീ, ഐ, യു, വി, ദേ. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദേ വേർ ഗ്രൗണ്ടഡ് ഇൻ 4 weeks എന്നൊക്കെ നമുക്ക് പറയാം. ചില സ്കൂളിലൊക്കെ ചില പിള്ളേർ, കോളേജിലൊക്കെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻസിപ്പളൊക്കെ ചെയ്യും അങ്ങനെ. അതായത് അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ദേ വേർ ഗ്രൗണ്ടഡ് ഇൻ 4 weeks അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദേ അവര് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഒരു തിങ് ആണെങ്കിൽ ഇറ്റ് എന്നൊക്കെ പറയും. അപ്പോ നമ്മളെ തന്നെയാണ് പറയുന്നതെങ്കിൽ ഐ പറയും. അവരെ അല്ല പെൺകുട്ടികളെ അല്ലെങ്കിൽ ആൺകുട്ടികൾ കുറെ പേരുണ്ടെങ്കിൽ ദേ എന്ന് പറയും. ഒരു കുട്ടിയെ പെൺകുട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഷീ എന്ന് പറയും. നമ്മളെ ഫ്രണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യു എന്ന് പറയും. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ടീമാണെങ്കിൽ വി എന്ന് നമുക്ക് പ്രോനൗണിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർബ് ആണ്. അത് നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആക്ഷൻ, നമ്മളെ ഫിസിക്കൽ ആക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഡെയിലി ചെയ്യുന്നതെല്ലാം വേർബാണ്. എന്തെന്ന് എണീറ്റ് പല്ല് തേക്കുന്നത് തൊട്ട് ഇപ്പൊ ഈ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെർബായിട്ട് ചെയ്യാം. ഈ പറഞ്ഞെടുക്കുന്ന സംഭവം തന്നെ വെർബാണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അത് നമ്മളെ ഫീലിങ്സ്, നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്സ് ആണ്, നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ് സ്റ്റേറ്റ് ഓഫ് വെർബ് എന്ന് പറയുന്നത്. രാം ഈസ് എ ബോയ്, ഹീ ഈസ് ഹംഗ്രി എന്ന് പറയുന്നത്. ഹംഗ്രി വിശപ്പ്, ദുഃഖം. അപ്പൊ ഞാൻ കരയാണെങ്കിൽ എന്റെ ദുഃഖം, അതൊക്കെ എന്താണ്? അതിന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ പറയാ. കഴിഞ്ഞോ? ഞാൻ പറയുന്നില്ല, പറയൂ. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വഴി? ഓക്കെ, ആരെങ്കിലും പറയുന്നുണ്ടോ? ഒന്ന് പറയൂ. ശ്രീ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ആയിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. അപ്പൊ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയാണ് കേട്ടോ? നന്നായിട്ട് നിങ്ങൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, പ്രസന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങൾ തന്നെ ക്ലാസ്സിൽ കോപ്പറേറ്റ് ചെയ്യാൻ നോക്കണം, നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇംഗ്ലീഷ് ക്ലാസ് ബോറടിക്കാതെ പോകുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഗ്രാമർ ആണ് അറിയാതെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു മോഡ് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതിന് നിങ്ങൾ എല്ലാവരും ഇതുപോലെ സംസാരിക്കേണ്ടതുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ബോറടിക്കും. ഫുൾ ടൈം എന്റെ ക്ലാസ് മാത്രം ആകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഇംഗ്ലീഷ് ക്ലാസ് റെക്കോ ക്ലാസ് കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. മാക്സിമം ലാബ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. കാരണം ഫുൾ ടൈം ഇന്ററാക്ഷൻ ആയിരിക്കും, കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് റെക്കോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, അപ്പോ ആക്ഷൻ വേർബും സ്റ്റേറ്റ് വേർബും എന്താണ്? നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എന്തൊരു ആക്ഷൻ ആണെങ്കിലും അത് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. ഫിസിക്കലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ സംസാരിക്കുന്നതാണെങ്കിലും എന്തും എല്ലാവരും നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എന്തൊരു ആക്ഷനും അത് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലെ? ഈറ്റിംഗ്, ഡ്രൈവിംഗ്, വാക്കിംഗ്, സിംഗിങ്, ഡാൻസിങ്, ടീച്ചിങ് അല്ലെ? ടീച്ചിങ്, ഡ്രോയിങ്, ഒരുപാട് ആക്ഷൻ വേർബ് ഉണ്ടല്ലോ അല്ലെ? ഇതെല്ലാം നമുക്ക് ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന നമ്മുടെ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും, എന്ത് തരം പ്രവൃത്തിയും അതെല്ലാം ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേർബ് എന്ന് പറയാം, ആക്ഷൻ വേർബ് സ്റ്റേറ്റ് വേർബ് എന്ന് പറയാം. സ്റ്റേറ്റ് വേർബ് നമുക്ക് നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സും എല്ലാം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ്. അവിടെ ആക്ഷൻ വേർബ് ഉണ്ടാവില്ല, ഒരു ആക്ഷൻ വേർബ് ഉണ്ടാവില്ല. ആക്ഷൻസ് ഓൺലി ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. നമുക്ക് നമ്മുടെ അവസ്ഥകൾ പറയാൻ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സിറ്റുവേഷൻ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഐ ഫീൽ ഹംഗ്രി, ഹി ഫീൽസ് ഹംഗ്രി. ദെൻ എന്താണ്
ഇപ്പോ ഞാൻ പറയാം ഉദാഹരണം, ഐ എം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്, ഐ എം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡന്റ്. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് വേർബ് ആണ്. ദർ ഇസ് നോ ആക്ഷൻസ്. അവിടെ ആക്ഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ? അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെ സ്റ്റേറ്റ്മെന്റ് വരാം, ഇമോഷൻസ് വരാം, ഫീലിങ്സ് വരാം, സിറ്റുവേഷൻസ് വരാം, എന്തും ഇതെല്ലാം വരുന്നത് സ്റ്റേറ്റ് വേർബിലാണ്. പക്ഷെ ആക്ഷൻ വേർബിലോ അവിടെ ആക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയുന്ന സെന്റൻസിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ആക്ഷൻ വേർബ് ആണ്. ഓക്കെ, അപ്പോ ആക്ഷൻ വേർബ് എന്താണ്, സ്റ്റേറ്റ് വേർബ് എന്താണ്, എല്ലാം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്? ഓക്കെ, യെസ് മാം. ക്ലിയർ ആണ്. യാ, അപ്പൊ Yes, ma'am. പറയൂ, ക്ലിയർ ആയി പറയൂ, എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ പേടി മാറണം, എന്നാൽ മാത്രമേ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. ഓക്കെ, മാക്സിമം ഞാൻ പറയുന്നതെങ്കിലും എല്ലാം മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, ഓരോരുത്തരുടെ പേര് ഞാൻ വിളിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ടോ? ഞാൻ പറയാം, ഇത് വരുന്നുണ്ടോ? ഇല്ല? മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതായത് ഐ ആം ഹാപ്പി, യു ആർ ഹാപ്പി, ഷീ ഈസ് ഹാപ്പി, വി ആർ ഹാപ്പി, ദേ ആർ ഹാപ്പി, ഇതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിന്റെ അകത്ത് വരുന്ന ഇത് തന്നെയല്ലേ? അതെ, സ്റ്റേറ്റ് വേർബ്. ഓക്കെ, അതിൽ വേറെ ആക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്നതല്ലേ? വേറെ ആക്ഷൻസും കാര്യങ്ങളും വരാത്തത് കൊണ്ടല്ലേ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ വരുന്നത്? അതെ, അവിടെ ആക്ഷൻസ് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് ഇമോഷൻസ് അല്ല പറഞ്ഞത്. അവർ വിശക്കുന്നുണ്ട്, അതൊരു ഇമോഷനാണ്, ഒരു ഫീലിംഗ് ആണ്. ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു സ്റ്റേറ്റ് വേർബ് ആണ്. ഓക്കെ, താങ്ക് യു. യാ, അഷ്ന ഷമീർ. യെസ് മാം. Yes, Ashna. Okay, can you explain today's questions? Noun, pronoun, and verb. Noun is used to name. അതായത് ഒരു പേരോ അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിനാണ് നൗൺ യൂസ് ചെയ്യുന്നത്. Okay. Pronoun, it is used to substitute for a noun. അതായത് ഒരു നമ്മള് ചെയ്യുന്ന ഒരു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇറ്റ് അങ്ങനെയുള്ള ഷീ, ഐ, യു, ദേ അത് യൂസ് ചെയ്യുന്നതിനാണ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. പിന്നെ വെർബ് ആണെങ്കിൽ ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി, അതായത് ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങള് ഫിസിക്കലി ആക്ഷൻസിനകത്ത് വരുന്നു. പിന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ ഓരോരുടെ ഫീലിംഗ്, ഇമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങള് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ വരുന്നു. Yeah, Ashna here. Thank Okay. you, ma'am. Yeah, okay. Then Nikita. ഞാൻ എന്തൊരു സപ്പോർട്ട് ആവുന്നത് എല്ലാവരും. അപ്പൊ നിങ്ങൾ സംസാരിക്കൂ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നിക്കിത ആര്? നൗൺ എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സൺ, പ്ലേസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളവിടെ നൗൺ യൂസ് ചെയ്യണം. പിന്നെ പ്രോനൗൺ എന്ന് പറയുമ്പോഴ് അത് പ്രോനൗണ് നമ്മളത് അപ്പം നമ്മളിപ്പം എന്താ പറയാ, അപ്പു ഈസ് എ ബ്യൂട്ടിഫുൾ ബോയ് എന്ന് പറയുന്നതിന് പകരം ബ്യൂട്ടിഫുൾ ബോയ്. അതുകൊണ്ട് തന്നെ അപ്പൊ അപ്പു എന്ന് കണ്ടിന്യൂസ് പറയാതെ അവിടെ ഹീ ആക്കാം. ഹീ പേരിന് പകരം അവിടെ ഹീ ആക്കി നമുക്ക് പറയാം. പിന്നെ വെർബ് എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളത് വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആക്ഷനും സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നും പറഞ്ഞ്. അതിനകത്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങള്,
ഇപ്പം രാവിലെ നടക്കാൻ പോകുന്നതായാലും പിന്നെ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആക്ഷനകത്ത് പറയാം അങ്ങനല്ലേ? Yeah, correct. Okay. Yeah. Next, Ismail. Ismail, പറയൂ. Ismail. Yeah, Ismail. കേൾക്കുന്നുണ്ടോ? ഹലോ, സംസാരിക്കുന്നില്ല? ആ മാം പറയാം. നൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നെയ്മിനെയാണ് അത് അടിസ്ഥാനമായിട്ട് കാണുന്നത്. അതൊരു പേര് അല്ലെങ്കിൽ സ്ഥലം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ പ്രൊനൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്റെ പേര് റസിയ എന്നാണ്. ഇപ്പൊ റസിയാന്ന് തന്നെ പേരെടുത്ത് പറയാണ്ട് തന്നെ ഷീസ് ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മളത് പ്രൊനൗണിനെ അടിസ്ഥാനമാക്കണത്. പിന്നെ വെർബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മള് പ്ലേ ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അതിനടിസ്ഥാനാക്കിയിട്ട് പറയണത്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അത് നമ്മൾ അടിസ്ഥാനാക്കിയിട്ട് പറയണത് നമ്മുടെ ഇമോഷൻ അങ്ങനെ പിന്നെ ഫീലിങ്സ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അതിനെ അടിസ്ഥാനാക്കിയിട്ട് പറയണത്. അങ്ങനെയാണ് മാഡം. പിന്നെ ഓക്കെ, പേരെന്തായിരുന്നു? എന്റെ പേര് റസിയാന്ന്. ഓക്കെ, അവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം ഞങ്ങള് കൊടുങ്ങല്ലൂര്. നല്ല പരിചയ സ്ഥലമാണ്. ഓക്കെ, നല്ല രസം, കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനും അതെ. ആ ഒരു സെയിം അവിടെ അടുത്ത് തന്നെയാണ്, കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കുറച്ച് അടുത്താണ്. അതെ അല്ലേ? ഓക്കെ, രസിയ. ആ ശരി മാഡം. നെക്സ്റ്റ് കാർത്തിക രാജ്. കാർത്തിക രാജ്. കാർത്തിക പോയോ? കേൾക്കുന്നുണ്ടോ? കാർത്തിക നെക്സ്റ്റ് കാർത്തിക അജിത്ത് ഉണ്ടോ? കാർത്തിക യെസ്. ഓക്കെ കാർത്തിക, എക്സ്പ്ലെയിൻ ചെയ്യൂ. Okay. First, a noun. Noun is used as the name of a person, place or thing is called noun. അതായത് ഒരാളിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെയോ പേരിനെയാണ് noun എന്ന് പറയുക. എക്സാമ്പിൾ പറയണോ? എക്സാമ്പിൾ പറയുന്നത് പേര്. Okay. Next, pronoun എന്ന് പറയുന്നത് word used as a subtitle for a noun to avoid the repetition of the noun. അതായത് ഇപ്പം എന്താ ഒരു പേരിന് അല്ലെങ്കിൽ ഒരു നൗണിന് ഉപയോഗിക്കുന്ന വാക്ക്, അതായത് ഇപ്പൊ ഒരു പേര് പറയുകയാണ്, പേരിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, മീര ഹാസ് എ ലോങ് ഹെയർ അങ്ങനെ പറയാതെ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ഷീ ഹാസ് എ ലോങ് ഹെയർ. റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്കാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, ദേ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ദെൻ വെർബ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്ഷൻ വെർബ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ആക്ഷൻ വെർബ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ബേസ്ഡ് ആണ്. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്ന വർക്ക്, ഡാൻസ്, സിങ്, വാക്കിംഗ്, റണ്ണിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നവരാണ് ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്ന വെർബ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു നമ്മുടെ അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്ലാസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ എല്ലാവർക്കും? യെസ് മാം.
ഓക്കെയാണ് മാം. ഓക്കെയാണ്. ഓക്കെ, ക്ലാസ് ഇങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് നിങ്ങൾ തന്നെ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ക്ലാസ് നല്ല ബോർഡയ്ക്കാതെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, എടുക്കുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ പോർഷൻസ്. നമ്മുടെ സ്പീഡിൽ പോകത്തില്ല കേട്ടോ. എനിക്കിപ്പോ വേണമെങ്കിൽ ഓക്സിലറീസും പറയാമായിരുന്നു, പക്ഷെ സ്പീഡിൽ പോയി കഴിഞ്ഞാല് ചിലപ്പോ അറിയാവുന്നവർക്ക് ക്ലിയർ ആകും. പക്ഷെ കുറച്ചു പേർക്ക് അറിയാത്തവരുണ്ട്, നമ്മൾ കൂടുതൽ നമ്മൾ നോക്കണം. കാരണം അവർ ഇംഗ്ലീഷ് അറിയാതെ കുറച്ചെങ്കിലും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ചിലപ്പോ അറിയാത്തവരുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് പറയില്ല. ചിലപ്പോ ചിലർ അങ്ങനെ പൊതുവെ ഉണ്ട് ക്ലാസ്സിൽ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ക്ലാസ് ആ രീതിയിൽ മനസ്സിലാക്കി എടുക്കണം. പറഞ്ഞു കൊടുക്കുക, നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി പോകില്ല, പയ്യെ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അവരെ കൂടെ എന്താണ് സംസാരിപ്പിക്കണം. അവരെ കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രസന്റേഷൻ ഒക്കെ വരും. അപ്പൊ അതൊക്കെ എല്ലാം ചെയ്യണം. ക്ലാസ്സില് കുറച്ചുപേര് മാത്രമേ ആക്റ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും ഓക്കെ ഒതുങ്ങി എന്നൊക്കെയുള്ളവരായിരിക്കാം. നമ്മൾ അവരെയും കൂടെ പേര് കൊണ്ടുവരണം. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം ക്ലാസ്സിൽ. നിങ്ങളിൽ തന്നെ പരസ്പരം ഒരു ഒരു റിലേഷൻ ഉണ്ടാവണം, മനസ്സിലായോ? കണക്ഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ പോകുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മാം. സംസാരിക്കും. യെസ് മാം. യെസ് മാം. ഓക്കെയാണ് മാം. യെസ് മാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാവാത്തതാണോ എന്താണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് എന്നോട് തന്നെ പറയണം. ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചിട്ടോ മറ്റു ക്ലാസ്സിൽ ഇംഗ്ലീഷിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നില്ല, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നേരിട്ട് എന്നോട് പറയാം. ഓക്കെ, ഓക്കെയാണ്? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, നോട്ട്സ് എല്ലാവരും എഴുതി യെസ് മാം. ഓക്കെ മാം. നോട്ട്സ് എഴുതിയതുണ്ട്. ഓക്കെ, ഈ നോട്ട്സ് എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ ചോദിക്കാം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, എടുത്ത പോർഷൻസ് നിങ്ങൾക്ക് ചിലർക്ക് എല്ലാം അറിയാവുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കുക, കുറച്ച് സ്വന്തമായിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷ് ഇത്രയും നാളെ നമ്മൾ പഠിച്ചത് എക്സാമിന് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയല്ല, നമ്മൾക്ക് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ശേഷിയൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ പോർഷൻസ് ഗ്രാമർ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാകുമോ? ഇല്ലല്ലോ, മൺഡേ ട്യൂസ്ഡേ. ഓക്കെ, എല്ലാ ദിവസവും വേണമായിരുന്നോ? ബോറിംഗ് ആയിരിക്കില്ലേ? ബോറിംഗ് അല്ല മാം, നല്ല ക്ലാസ്സാണ്. ബോറിംഗ് അല്ല. ഇപ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയും, ഇത് ഇപ്പൊ കണ്ട സ്ട്രെങ്ത് ഇല്ലേ, ഇങ്ങോട്ട് പോകുന്നവരുണ്ടാവുന്നു കേട്ടോ. കുറെ കഴിയുമ്പോൾ ബോറടിക്കും ക്ലാസ്സില്. കാരണം അല്ല, പൊതുവെ ഇംഗ്ലീഷ് ബോറിംഗ് മാറ്റാൻ ഓരോ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ക്ലാസ് കോഴ്സ് കംപ്ലീറ്റ് ആവുന്നവരെല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. റെക്കോ ക്ലാസ് കാണാൻ വിചാരിക്കരുത്, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഒന്ന് കണ്ടു നോക്കൂ, ഈ റെക്കോ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കും. ഇതൊക്കെ ഭയങ്കര ബോറടിക്കും. കാരണം നമ്മള് ഇന്ററാക്ട് ചെയ്താണ് ക്ലാസ് പോകുന്നത്. അപ്പൊ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അത് ബോറായിരിക്കും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ക്ലാസ് ജോയിൻ ചെയ്യാം, ലൈവ് ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് ചെയ്താലോ അന്നത്തെ ക്ലാസ്. നാളെ കാണാലോ, ട്യൂസ്ഡേ ഉണ്ട്. ഓക്കെ, സീ യു ഓൾ നെക്സ്റ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.